വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 35 മുതൽ 45 വരെ. ഒന്നാമൻ എല്ലാവരുടെയും ദാസൻ. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്നും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. ഈശോ അവരോട് പ്രതിവദിച്ചു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഈശോ അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എന്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല, അത് ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. ഈശോ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിയരെ ഭരിക്കുന്നുവെന്ന് കരുതുന്നവർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. പ്രത്യുത നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 17 മുതൽ 20 വരെ. മിശിഹായുടെ സഹനത്തിൽ ഭാഗഭാഗിത്വം. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും.